വൈഭവ് സൂര്യവംശി ഞാൻ കളിച്ച കാലത്താണ് കളിച്ചിരുന്നതെങ്കിൽ അവൻ്റെ കരിയർ ഞാൻ അവസാനിപ്പിച്ചേനെ. ലോകത്തെ ഏറ്റവും വേഗമേറിയ ബോളറായ ഷോയബ് അക്തർ പറഞ്ഞതായി സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുന്ന ഒരു കോട്ടാണിത്. അക്തർ അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? വൈഭവ് അക്തറിൻ്റെ കാലത്താണ് കളിച്ചിരുന്നതെങ്കിൽ ഈ പറഞ്ഞത് നടക്കുമായിരുന്നോ? അതോ അക്തറിൻ്റെ കരിയർ അന്നേ വൈഭവ് അവസാനിപ്പിക്കുമായിരുന്നു? ലോക ക്രിക്കറ്റിൽ കോളിളക്കം സൃഷ്ടിച്ച ബാറ്ററാണ് വൈഭവ്. കേവലം 15-കാരനായ ഇടംകയ്യൻ ഓപ്പണിംഗ് ബാറ്റർ. ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ പ്രായം കുറഞ്ഞ പുരുഷ താരം. തകർത്തത് സച്ചിൻ്റെ റെക്കോർഡാണ്. IPL-ലും അണ്ടർ-19 തലത്തിലും ഇന്ത്യ A ടീമിലും കളിച്ചു തെളിഞ്ഞയാളാണ്. ഇതിനകം നേരിട്ടത് സമീപകാലത്തെ ലോകോത്തര ബോളർമാരായ ജസ്പ്രീത് ബുംറ, മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ്, ജോഷ് ഹേസൽവുഡ്, ജോഫ്ര ആർച്ചർ, ലുങ്കി എൻഗിഡി തുടങ്ങി അനേകം പേർ. അവരെല്ലാം വൈഭവിൻ്റെ മികവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അരങ്ങേറ്റത്തിൽ ജോഫ്ര ആർച്ചർക്കെതിരെ നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സർ പായിച്ചുകൊണ്ടാണ് വൈഭവ് വിസ്മയിപ്പിച്ചത്. അത് അദ്ദേഹം IPL-ൽ നേരത്തെ തെളിയിച്ചതുമാണ്. ജസ്പ്രീത് ബുംറ, പാറ്റ് കമ്മിൻസ് എന്നീ അതികായന്മാരാണ് 15-കാരനെതിരെ എറിഞ്ഞ ആദ്യ പന്ത് തന്നെ ഗാലറിയിലേക്ക് പറക്കുന്നത് കണ്ട് തലയിൽ കൈവച്ചത്. മുഹമ്മദ് സിറാജും ഷാർദുൽ ഠാക്കൂറും സമാന രീതിയിൽ ഞെട്ടിയവരാണ്. ഇന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഷോർട്ട് ബോളുകളും വൈഭവിൻ്റെ ബാറ്റിൽ തട്ടി സിക്സറുകളായി മാറിയിരുന്നു. ചരിത്രം അങ്ങനെയായിരിക്കെ ഷോയബ് അക്തറിനോട് മറിച്ചൊരു ചോദ്യം നമുക്ക് ഉന്നയിച്ചാലോ? വൈഭവിൻ്റെ കാലത്ത് ഷോയബ് അക്തറാണ് കളിച്ചിരുന്നെങ്കിലോ? പേസ് ബോളർമാരെ നേരിടുമ്പോൾ വൈഭവ് സൂര്യവംശിയുടെ പ്രധാന സമീപനം യാതൊരു ഭയവുമില്ലാതെ കടന്നാക്രമിക്കുക എന്നത് തന്നെയാണ്. ഫിയർലെസ് ആൻഡ് അഗ്രസീവ് അപ്രോച്ച്. ബോളറുടെ പേരോ പരിചയസമ്പത്തോ വൈഭവ് നോക്കാറില്ല. ക്രീസിലെത്തിയാൽ ആദ്യ പന്ത് മുതൽ അതിവേഗത്തിൽ റൺസ് അടിച്ചുകൂട്ടാനാണ് ഈ കൗമാരക്കാരൻ്റെ ശ്രമം. പേസർമാർക്ക് ലൈനും ലെങ്തും കൃത്യമാക്കാൻ അനുവദിക്കാതെ ആദ്യ പന്തിൽ തന്നെ സിക്സറോ ഫോറോ അടിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് വൈഭവിൻ്റെ പ്രധാന തന്ത്രം. വേഗതയേറിയ ബൗൺസറുകളെയും ഷോർട്ട് പിച്ചുകളെയും ഭയപ്പെടാതെ ഫുൾ ഷോട്ടുകളിലൂടെയും ഹുക്ക് ഷോട്ടുകളിലൂടെയും ഗാലറിയിലെത്തിക്കാൻ വൈഭവിന് പ്രത്യേക വൈഭവമുണ്ട്. മണിക്കൂറിൽ 140 കിലോമീറ്ററിന് മുകളിൽ വേഗതയുള്ള അന്താരാഷ്ട്ര പേസർമാരുടെ പന്തുകളെ അനായാസം നേരിടാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് അതിവേഗ ബാറ്റ് സ്പീഡാണ്. ക്രീസിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തോ അല്ലെങ്കിൽ ബാക്ക് ഫുട്ടിലേക്ക് മാറിയോ പേസ് ബോളർമാരുടെ ലെങ്ത് പെട്ടെന്ന് മനസ്സിലാക്കി കളിക്കാനും കൗമാര താരത്തിന് സാധിക്കുന്നു എന്നതാണ് ആവേശകരമായ കാര്യം. നമുക്ക് ഷോയബ് അക്തറിലേക്ക് വരാം. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെ ഞെട്ടിച്ചയാളാണ് അക്തർ. സച്ചിൻ അക്തർ പോരിൽ സച്ചിൻ ജയിച്ച 2003 ലോകകപ്പ് ക്വാർട്ടറാകും കൂടുതൽ പേരും ഒരുപക്ഷെ ഓർക്കുക. എന്നാൽ തൻ്റെ മഹത്തായ ക്രിക്കറ്റ് കരിയറിൽ സച്ചിൻ ടെസ്റ്റിൽ ആദ്യമായി ഗോൾഡൻ ഡക്കായ ഒരു കളിയുണ്ട്. അതും ഇന്ത്യയിൽ 1999 പാകിസ്ഥാൻ്റെ ഇന്ത്യൻ പര്യടനത്തിൽ. ബോളറുടെ പേര് ഷോയബ് അക്തർ. 24-ാം വയസ്സിലായിരുന്നു ഷോയബിൻ്റെ ആ വലിയ നേട്ടം. ഇന്ത്യയുടെ മുൻനിര വിക്കറ്റുകൾ വേഗം നഷ്ടമാകട്ടെ എന്ന് ആരാധകർ ആഗ്രഹിച്ചിരുന്ന ടെസ്റ്റ് കാലമായിരുന്നു അത്. കാരണം 4-ാമനായി സച്ചിൻ ക്രീസിലെത്താൻ വേണ്ടി അവർ കാത്തിരുന്നു. സച്ചിൻ സച്ചിൻ എന്ന് വിളിച്ചാർത്ത് ആഘോഷിക്കാൻ വേണ്ടി. അങ്ങനെ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലേക്ക് ഇറങ്ങിയതായിരുന്നു സച്ചിൻ. പക്ഷേ ഒരൊറ്റ പന്തിൽ ഈഡനിൽ തിങ്ങി നിറഞ്ഞ ഇന്ത്യക്കാരും ടെലിവിഷനിൽ കളി കണ്ട കോടിക്കണക്കിന് ആരാധകരും നിശബ്ദരായിപ്പോയി. ദ്രാവിഡിന് പിന്നാലെ ക്രീസിലെത്തിയ സച്ചിൻ ഗാർഡെടുത്തു. പന്ത് നേരിടാൻ തയ്യാറായി. ഷോയബിൻ്റെ അതിവേഗ പന്ത് ഒരു ഇൻസിംഗറായിരുന്നു. സച്ചിന് പിന്നിൽ മിഡിൽ സ്റ്റംപ് ഇളകിത്തെറിച്ചു. സച്ചിൻ്റെ കരിയറിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട നിമിഷങ്ങളിലൊന്ന്. ആ കളിയിൽ അക്തറിൻ്റെ മുന്നിൽപ്പെട്ട് പിന്നിൽ വിക്കറ്റ് ഇളകിത്തെറിച്ചത് സച്ചിൻ്റെ മാത്രമായിരുന്നില്ല. VVS ലക്ഷ്മണും രാഹുൽ ദ്രാവിഡും വാലറ്റത്ത് വെങ്കടേഷ് പ്രസാദും അന്ന് ക്ലീൻ ബൗൾഡായി. 71 റൺസിന് 4 വിക്കറ്റായിരുന്നു അക്തറിൻ്റെ സമ്പാദ്യം. അതും ഇന്ത്യക്കെതിരായ ആദ്യ ടെസ്റ്റിൽ തന്നെ. മത്സരം ഇന്ത്യ 46 റൺസിന് തോറ്റു. ആദ്യ ഇന്നിംഗ്സിൽ 5ഉം രണ്ടാം ഇന്നിംഗ്സിൽ 8ഉം വിക്കറ്റ് വീഴ്ത്തിയ ജവഗൽ ശ്രീനാഥിൻ്റെ പ്രകടനം ഇതോടുകൂടി ആരും ഓർക്കാതെ. സ്വന്തം കഴിവിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന ആളാണ് ഷോയബ് അക്തർ. ക്രിക്കറ്റിൽ ഇന്നോളം എറിയപ്പെട്ട ഏറ്റവും വേഗമേറിയ പന്തിൻ്റെ ഉടമ. 2003 ലോകകപ്പിൽ ഇംഗ്ലണ്ട് താരം നിക് നൈറ്റിനെതിരെ പാഞ്ഞ ആ പന്തിൻ്റെ വേഗം മണിക്കൂറിൽ 161.3 കിലോമീറ്റർ ആയിരുന്നു. അതായത് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പന്ത് മണിക്കൂറിൽ 100 മൈൽ വേഗം കൈവരിച്ച നിമിഷം. റാവൽപിണ്ടി എക്സ്പ്രസ് എന്ന വിളിപ്പേര് അന്വർത്ഥമായ നിമിഷം. 30 വാര ചുറ്റളവിൻ്റെ അതിരിൽ നിന്ന് ഓടിത്തുടങ്ങി അവസാന നിമിഷത്തിൽ കൈകളിൽ നിന്ന് പിടിവിട്ട് തെറിക്കുന്ന തീയുണ്ടകൾ. അക്തർ ലോകത്തെ മിക്ക ബാറ്റ്സ്മാൻമാരുടെയും പേടി സ്വപ്നമായ കാലം. 2 പതിറ്റാണ്ടിലേറെ ആയിട്ടും ആ റെക്കോർഡ് തകർന്നിട്ടില്ല. പേസർമാരുടെ വെല്ലുവിളിയായ പരുക്കുകളാണ് അക്തറിൻ്റെയും കരിയർ ഏറെക്കുറെ അവസാനിപ്പിച്ചത്. ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബോളർ താനായിരുന്നേനെ പരിക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്നാണ് അക്തർ പറഞ്ഞിട്ടുള്ളത്. അത് അഹങ്കാരമല്ല, സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഒരാളുടെ തികഞ്ഞ ആത്മവിശ്വാസത്തിൻ്റെ അടയാളമാണ്. അടുത്തിടെ ഒരു ഡോക്ടർ അക്തറിനോട് ചോദിച്ചത്രേ, ഈ വേദനകളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടോ? അത്രയ്ക്ക് വിലപ്പെട്ടതാണോ ഇതെല്ലാം എന്ന്. ജീവിതത്തിലെ ഓരോ നിമിഷവും ക്രിക്കറ്റ് സമ്മാനിച്ച വേദനകൾ അമൂല്യമെന്നായിരുന്നു അക്തറിൻ്റെ മറുപടി.
14 വർഷം നീണ്ട കരിയർ അവസാനിപ്പിച്ച് കമന്ററിയിലേക്ക് തിരിഞ്ഞ അക്തർ വൈഭവിനെക്കുറിച്ച് പറഞ്ഞത് അസാമാന്യ പ്രതിഭയെന്നാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര മികച്ച രീതിയിൽ കളിക്കുന്ന ഒരാളെ താൻ കണ്ടിട്ടില്ലെന്നാണ് അക്തറിന്റെ അഭിപ്രായം. ഒരു ടൂർണമെന്റിൽ വൈഭവ് അടിക്കുന്ന അത്രയും സിക്സുകൾ മുഴുവൻ പാക് കളിക്കാർക്കും ചേർന്ന് ഒരു വർഷം നേടാനാകുന്നില്ലെന്നും അദ്ദേഹം പാക് കളിക്കാരെ പരിഹസിച്ചിട്ടുണ്ട്. വൈഭവിന്റെ കരിയർ താൻ അവസാനിപ്പിച്ചെന്ന് അക്തർ പറഞ്ഞതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനവുമില്ല എന്നാണ് യാഥാർത്ഥ്യം. എങ്കിലും നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അക്തറും വൈഭവും ഒരേ കാലത്ത് കളിച്ചിരുന്നെങ്കിൽ ആര് ജയിച്ചേനെ? വൈഭവിന്റെ ബാറ്റിംഗ് ശൈലിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അമിതമായ ആക്രമണം ഏത് നിമിഷവും വിക്കറ്റ് നഷ്ടപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. പന്ത് നന്നായി സ്വിംഗ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഓഫ് സ്റ്റമ്പിന് പുറത്തു പോകുന്ന പന്തുകളിൽ റൺസ് കണ്ടെത്താൻ വൈഭവ് ചിലപ്പോൾ പ്രയാസപ്പെടുന്നുമുണ്ട്. ഇന്ത്യൻ പിച്ചിൽ നിന്ന് മാറി ഇംഗ്ലണ്ടിൽ കളിച്ചപ്പോൾ ജോഫ്ര ആർച്ചറുടെ ഷോർട്ട് ബോളുകൾ നേടാൻ പ്രയാസപ്പെട്ട വൈഭവിനെയും നാം കണ്ടു. വൈഭവിന്റെ വാരിയെല്ലും നെഞ്ചും ലക്ഷ്യമിടുന്ന തരത്തിലായിരുന്നു അന്ന് 145 കിലോമീറ്ററുകളുടെ വേഗത്തിൽ ആർച്ചറുടെ പന്തുകളിലേറെയും വന്നത്. അനായാസം ബാറ്റ് വീശാൻ റൂം നൽകാത്ത തരത്തിൽ ലെഗ് സ്റ്റംപ് ലൈനിലാണ് പന്തുകൾ പതിച്ചത്. ഇംഗ്ലണ്ട് പിച്ചുകളിലെ അധിക ബൗൺസ് കാരണം പുൾ ഷോട്ടുകൾ ഫലപ്രദമായില്ല പലപ്പോഴും. അക്തറിന്റെ കാലത്താണ് വൈഭവ് കളിച്ചിരുന്നതെങ്കിൽ ഇതേ വെല്ലുവിളി വൈഭവ് അക്തറിൽ നിന്നും നേരിടുമായിരുന്നിരിക്കാം. പലപ്പോഴും അക്തറിന്റെ പന്തുകളിൽ വൈഭവ് പുറത്തായിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അക്തർ എറിഞ്ഞ ഏറ്റവും വേഗമേറിയ പന്തിന്റെ വേഗം 161 കിലോമീറ്ററാണ്. 160 കിലോമീറ്റർ വേഗത്തിൽ പന്തെറിഞ്ഞിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കിന്റെ പന്ത് സിക്സർ അടിച്ച പയ്യനാണ് വൈഭവ്. അക്തറിന്റെ പന്തുകളും അതേപോലെ സിക്സറുകൾ പാഞ്ഞേനെ. അക്തർ വൈഭവ് പോരിൽ ആരെ മുന്നിലെത്തുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.